മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PAയുടെ കൊലപാതക കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത CBI ചന്ദ്രനാഥ് റാത്ത് വധക്കേസിൽ CBI വീണ്ടും FIR രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് കൊലപാതകം നടന്നത്. ഇവരുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, കഴിഞ്ഞ ദിവസം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ CBI സംഘം പിടികൂടിയിരുന്നു. അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഇപ്പോൾ പുതിയ FIRും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണോ CBIയുടെ നീക്കം? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ചന്ദ്ര റാത്തിനാണ് കഴിഞ്ഞ ബുധനാഴ്ച 10:30 വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ ഒരു സംഭവത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP രേഖപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി പറഞ്ഞത് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. അതിന് തക്കതായ മറുപടി നൽകുന്നതായിരുന്നു ഇന്നലത്തെ അദ്ദേഹം നടത്തിയത്. CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതും അതിനുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. നിലവിൽ CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഈ സംഭവ സ്ഥലത്ത്, അതായത് അദ്ദേഹം കൊല്ലപ്പെട്ട സംഭവ സ്ഥലത്തെത്തി തന്നെ CBI ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബാക്കി നടപടി കടക്കുകയും ചെയ്യും. അതേസമയം 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ബീഹാറിലും ഉത്തർപ്രദേശിലുമായിട്ടാണ് ഈ പ്രതികൾ, അതായത് 3 പ്രതികളാണ് ഇതിൽ മുഖ്യ കണ്ണികളായിട്ട്. അതായത് വെടിയുതിർത്ത 2 പേരും അതോടൊപ്പം തന്നെ കാർ ഓടിച്ച ഒരാൾ, അങ്ങനെ 3 പേരെയാണ് പശ്ചിമ ബംഗാൾ, UP അതോടൊപ്പം തന്നെ ബീഹാർ എന്നീ പോലീസ് സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഈ 2 പ്രതികളെ UPയിൽ നിന്നും ഒരാളെ ബീഹാറിൽ നിന്നും കണ്ടെത്തിയത്. എന്നിട്ടാണ് ഇപ്പോൾ CBI അന്വേഷണത്തിലേക്കാണ്, അതായത് ഈ FIR അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നത് CBI ഏറ്റെടുത്തിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അന്വേഷണം തുടങ്ങുന്നതിന് വേണ്ടി CBI ഉദ്യോഗസ്ഥർ പശ്ചിമ ബംഗാളിൽ എത്തുന്നതായിരിക്കും. സുരേഷ്, ദിലീപ് കുറ്റിച്ചലാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.